എപ്പോഴും ഒരേ ടേസ്റ്റ് ചിക്കൻ കറി കഴിച്ച് ബോറായോ? എന്നാൽ ഇനി ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കൂ. നല്ല തിക്ക് ഗ്രേവിയും മസാലയുടെ ആ ഒരു മണമൊക്കെയുള്ള അടിപൊളി ഒരു ഹോം മെയ്ഡ് ചിക്കൻ കറിയാണിത്. ഈ ഒരു ചിക്കൻ കറി ചോറിനൊപ്പവും ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയും എല്ലാത്തിൻ്റെയും കൂടെയും പോവും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് 2 തക്കാളിയും അതുപോലെ കുറച്ച് നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള വറ്റൽമുളകാണ്. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് വേവിച്ച ശേഷം ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. ഇതുപോലെ നല്ല പോലെ അരച്ചെടുക്കണം. ഇനി ഈ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് നമുക്കൊന്ന് മാറ്റി വെക്കാം. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി, കഴുകി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അത് മിക്സ് ചെയ്ത് കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു പേസ്റ്റ് കൂടെ ഈ ഒരു ചിക്കനിലേക്ക് ചേർത്ത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് കുറച്ച് സമയം ഒന്ന് മാറ്റി വയ്ക്കണം. നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നിങ്ങൾക്ക് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അതായിരിക്കും കുറേ കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കുക. ഇവിടെ നമുക്ക് വെളിച്ചെണ്ണ ഇല്ലാത്തതുകൊണ്ട് സാധാ സൺഫ്ലവർ ഓയിലാണ് ഞാൻ യൂസ് ചെയ്തത്. എന്നിട്ട് നമുക്ക് ഇതുപോലെ സ്ലൈസ് ചെയ്തിട്ടുള്ള ഒനിയൻ, ഇവിടെ നമുക്ക് സവാളയാണ് കിട്ടുന്നത്. ചെറിയ ഉള്ളി ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ചെറിയ ഉള്ളിയും സവാളയും കൂടെ മിക്സ് ചെയ്തെടുക്കാനായിട്ട് നോക്കാം. എന്നിട്ട് നമുക്ക് ഈ സവാള പെട്ടെന്നൊന്ന് വാടിക്കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്താൽ സവാള പെട്ടെന്ന് വാടിക്കിട്ടുമെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു ട്രിക്കാണ് കേട്ടോ അപ്പോൾ ഇവിടെ യൂസ് ചെയ്തത്. അങ്ങനെ നമുക്ക് മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കാം. ഇങ്ങനെ ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നമ്മുടെ ഈ ഒരു സവാള നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ സവാളയിൽ ഇത്രയും ഈ ഒരു കളറാവുന്നത് വരെയാണ് നമ്മളിത് വഴറ്റേണ്ടത്. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്ന ഈ ഒരു പൗഡർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കർണാടക സ്റ്റൈൽ ചിക്കൻ സുക്ക ആ മസാലയാണ് ഞാൻ ചേർക്കുന്നത്. പിന്നെ നമ്മുടെ ചിക്കൻ മസാലയും, ഈ 2 മസാലയാണ്. ഈ 2 മസാലയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി അതിൻ്റെ ആ ഒരു റോ ടേസ്റ്റ് മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ആ മസാലയുടെ ആ ഒരു പച്ചച്ചുവയൊക്കെ മാറിക്കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആ ചിക്കനും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരല്പം മാത്രം വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഒരല്പം മാത്രം ഒഴിച്ചാൽ മതി, കാരണം ഈ ചിക്കനിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങും. അപ്പോൾ ഒരാവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കിത് നന്നായിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഈ ഒരു സമയം കൊണ്ട്, ഈ ഒരു ചിക്കൻ വേവുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്ക് ചേർക്കുന്ന ഒരു മസാല തയ്യാറാക്കാം. ഈ ഒരു മസാലയാണ് ഈ ചിക്കൻ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റും ഫ്ലേവറും ഒക്കെ കൊണ്ടുവരുന്നത്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇനി ഞാനൊരു കാര്യം പറയാം, ഇതെൻ്റെ മാത്രം റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ തന്നെ തയ്യാറാക്കിയൊരു മസാലയാണ് കേട്ടോ ഇത്. ആ ഒരു സ്പെഷ്യൽ മസാല തയ്യാറാക്കുന്നതിനായിട്ട് 1 സ്പൂൺ പെരിഞ്ചീരകം, 1 സ്പൂൺ മല്ലി, ഗ്രാമ്പൂ, കറുകപ്പട്ട, അതുപോലെ 2 ബേ ലീവ്സ്, ഏലക്ക, ഇത്രയും നന്നായിട്ട് വറുത്ത് അത് തണുത്ത ശേഷം നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് നമുക്കിത് അപ്പോഴത്തേനും നമ്മുടെ ചിക്കൻ കറിയൊക്കെ ആ ഒരു നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ ഈ ഒരു പൊടിച്ച മസാല ഈ ഒരു കറിയിലേക്ക് ചേർക്കുന്നത്. ഈ ഒരു മസാലയാണ് ഈ ഒരു കറിക്ക് നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും തരുന്നത്. മസാല ചേർത്ത് കഴിയുമ്പോഴത്തേന് നമ്മുടെ ഈ ഒരു ഗ്രേവി നല്ല പോലെ തിക്കായിട്ട് വരുന്നത് കാണാം. അപ്പോൾ ഈ ഒരു മസാല ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരു 10 മിനിറ്റ് കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സ്പെഷ്യൽ ചിക്കൻ കറി ഇവിടെ തയ്യാറാണ്. അപ്പോൾ ഈ ഒരു ചിക്കൻ കറി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാനിത് ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ഇത് എൻ്റെ മാത്രം കണ്ടുപിടുത്തമാണ്. അപ്പോൾ ഇത് സക്സസ് ആയി, അതുകൊണ്ടാണ് ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇത് ഞങ്ങൾ ചപ്പാത്തിയുടെ കൂടെയാണ് കേട്ടോ കഴിച്ചത്. ചപ്പാത്തിയുടെ കൂടെ മാത്രമല്ല, അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ഈ ഒരു കറി നമുക്ക് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ, നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഇത് തലേന്ന് വെച്ചിട്ട് പിറ്റേന്ന് എടുക്കുമ്പോൾ കുറച്ചും കൂടി ഒരു ഫ്ലേവറും എല്ലാം ആ ഒരു കറിയിലേക്ക് ഇറങ്ങി കിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. ലവ് യു ആൻഡ് ബൈ.